വെൽക്കം ടു സ്കൗട്ട് മാസ്റ്റേഴ്സ് കോർണർ. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കോമ്പസ് എങ്ങനെ നമുക്ക് കോമ്പസ് തയ്യാറാക്കാം, കോമ്പസിലെ ഡിഗ്രി അളവുകൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു കോമ്പസ് ചിത്രം എങ്ങനെ വരച്ച് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായി നാം ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ആദ്യം ചെയ്യുക. ഒരു സർക്കിൾ വരച്ചതിന് ശേഷം അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോന്നും 90 ഡിഗ്രി ബെയറിങ്ങിലായിരിക്കും അത് നിൽക്കുക. 90 ഡിഗ്രി ആംഗിളിലായിരിക്കും അത് നിൽക്കുക. 90 ഡിഗ്രി ആംഗിളായിരിക്കും. അപ്പോൾ 4 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. അതിൽ ഏറ്റവും മുകളിൽ വരുന്ന ഒരു പോയിന്റിന് നമുക്ക് നോർത്ത് എന്ന് പേര് കൊടുക്കാം. അതിന് തൊട്ട് നേരെ താഴെ വരുന്ന ഈ ഭാഗത്ത് സൗത്ത് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റും റൈറ്റ് സൈഡിൽ ഈസ്റ്റുമായിട്ട് 4 വരകൾ നമ്മൾ തയ്യാറാക്കും. ഇത് ഓരോന്നും 90 ഡിഗ്രി ആംഗിളിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഡിഗ്രി ബെയറിംഗ് നമുക്കറിയാം. ഒരു കോമ്പസിൽ മൊത്തം ഡിഗ്രി ബെയറിംഗ് 360 ഡിഗ്രി ആയിരിക്കും. ഈ 360 ഡിഗ്രിയെ നമുക്ക് വിവിധങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും. എന്തിനാണ് നമ്മൾ ഈ ഡിഗ്രി അളവ് മനസ്സിലാക്കുന്നത്? കോമ്പസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ദിശ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ദിശ കണ്ടുപിടിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പസ് സാധാരണ നീഡിൽ ടൈപ്പ് കോമ്പസ് ആയിരിക്കും നമ്മളെല്ലാവരും സാധാരണ ഉപയോഗിക്കുക. നീഡിൽ ടൈപ്പ് കോമ്പസ്. ഈ നീഡിൽ ടൈപ്പ് കോമ്പസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഡിഗ്രി അളവുകൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. കോമ്പസിലെ ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗം എപ്പോഴും നിൽക്കുക നോർത്ത് പോയിന്റിലേക്കായിരിക്കും. എപ്പോഴും കോമ്പസ് നിൽക്കുക. ഈ മോഡലിലുള്ള ഒരു രേഖാചിത്രമാണ് നാം ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോർത്ത് മാർക്ക് ചെയ്തു, സൗത്ത് മാർക്ക് ചെയ്തു, വെസ്റ്റ് മാർക്ക് ചെയ്തു, ഈസ്റ്റ് മാർക്ക് ചെയ്തു. ഇതിനെ പറയും നമ്മൾ മെയിൻ കാർഡിനൽ പോയിൻറ്റ്സ്. പ്രധാനപ്പെട്ട കാർഡിനൽ പോയിൻറ്റ്സ് ആണ് നാം ആദ്യം വരയ്ക്കുന്നത്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇത് 0 ഡിഗ്രിയിൽ ആരംഭിക്കുന്നു. ഈസ്റ്റിലെത്തിക്കഴിയുമ്പോൾ 90 ഡിഗ്രി, സൗത്തിലെത്തുമ്പോൾ 180 ഡിഗ്രി, വെസ്റ്റിലെത്തുമ്പോൾ 270 ഡിഗ്രി. വെസ്റ്റിൽ നിന്നും 90 ഡിഗ്രി കൂടി കഴിയുമ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ 2 പോയിൻ്റാണ് ഇവിടെ നമ്മൾ കാണിക്കുക. 0 ഡിഗ്രിയിൽ ആരംഭിച്ച് ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്ത് മനസ്സിലാക്കി തിരിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ 360 ഡിഗ്രി ആകുന്നു. ഇതാണ് ആദ്യത്തെ പോയിൻ്റ്, മെയിൻ കാർഡിനൽ പോയിൻ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നോർത്തിനും ഈസ്റ്റിനും മധ്യത്തിലൂടെ ഈ ഗ്രീൻ ലൈൻ പോയിരിക്കുന്ന അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. നോർത്തും ഈസ്റ്റിൻ്റെയും ഡിഗ്രി കോണളവ് 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി 45 ഡിഗ്രി ആംഗിളിൽ ഒരെണ്ണം വരയ്ക്കുന്നു. അതുപോലെ ഈസ്റ്റിനും സൗത്തിനും ഇടയ്ക്ക് സൗത്ത് ഈസ്റ്റ് ആയിട്ട് വരുന്നു. അവിടെയും ഒരു മാർക്ക് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി 135 ഡിഗ്രി ഇവിടെ വരും.
ഇവിടെ 180 ഡിഗ്രി, 180യിൽ നിന്നും 45 ഡിഗ്രി കൂടി 225 ഡിഗ്രിയിൽ ഇവിടെ നമ്മൾ സൗത്ത് വെസ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റ്, ഇവിടെ സൗത്ത് വെസ്റ്റ്. ഇനി നോർത്തിനും വെസ്റ്റിനും ഇടയ്ക്കുള്ള ഡിഗ്രി അളവ് 270 പ്ലസ് 45 315 ഡിഗ്രി അളവായിരിക്കും. ഇവിടെ നമ്മൾ പറയും നോർത്ത് വെസ്റ്റ്. ഈ 4 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് മാർക്ക് ചെയ്യുന്നതാണ് ഇത്. ഈ പച്ച ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇതിനെ പറയുന്നത് സെമി കാർഡിനൽ പോയിൻറ്റ്സ് എന്നാണ്. സെമി കാർഡിനൽ പോയിൻറ്റ്സ്. ഈ ബ്ലൂ ഇതിൽ മെയിൻ കാർഡിനൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു. ഗ്രീൻ ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം സെമി കാർഡിനൽ പോയിൻറ്റ്സ്. ഈ നോർത്തിനും നോർത്ത് ഈസ്റ്റിനും ഇടയ്ക്ക് വരുന്ന ഇവിടെ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഇവിടെ 45 ഡിഗ്രി വരുന്നു, ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. 22.5 ഡിഗ്രി, നേരെ പകുതിയിൽ 22.5 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്നും മാർക്ക് ചെയ്യുന്നതെല്ലാം ഇൻ്റർമീഡിയറ്ററി കാർഡിനൽ പോയിൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ നോർത്തിൽ നിന്നും നോർത്ത് ഈസ്റ്റാണ് ഇൻ്റർമീഡിയറ്ററി കാർഡിനൽ പോയിൻറ്റ്സ് 22 ഡിഗ്രിയിൽ വരുന്നത്. നേരെ അടുത്ത ഡിഗ്രി നോർത്ത് ഈസ്റ്റ്, അത് 45 ഡിഗ്രി ആംഗിൾ. അതിനുശേഷം അടുത്ത ഇൻ്റർമീഡിയറ്ററി പോയിൻറ്റ്സ്, മൂന്നാമത്തെ ഡിഗ്രി പോയിൻറ്റ്സ്. ഇവിടെ നമ്മൾ പറയുന്നു ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ്. ഈസ്റ്റിനും നോർത്ത് ഈസ്റ്റിനും ഇടയ്ക്കുള്ളത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ്. ഇത് ഇൻ്റർമീഡിയറ്ററി കാർഡിനൽ പോയിൻറ്റ്സ്. 45 ഡിഗ്രിയിൽ നിന്നും 22 ഡിഗ്രി കൂട്ടി 67 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ ഡിഗ്രി അളവ്. ഇവിടെ 90 ഡിഗ്രി. വീണ്ടും 22.5 ഡിഗ്രി തമ്മിൽ കൂട്ടി ചേർത്താണ് ഓരോ കാർഡിനൽ പോയിൻറ്റ്സും കടന്നു പോകുന്നത്. അങ്ങനെ മൊത്തം ഒരു കോമ്പസിലെ കാർഡിനൽ പോയിൻറ്റ്സ് 16 കാർഡിനൽ പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാർഡിനൽ പോയിൻറ്റ്സ് ആണ് മെയിൻ കാർഡിനൽ പോയിൻറ്റ്സ്. അതിൻ്റെ അടുത്ത 4 കാർഡിനൽ പോയിൻറ്റ്സ് ആണ് സെമി കാർഡിനൽ പോയിൻറ്റ്സ്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഇടയ്ക്കുള്ള കാർഡിനൽ പോയിൻറ്റ്സ് ആണ് 8 എണ്ണം. അത് ഇൻ്റർമീഡിയറ്ററി കാർഡിനൽ പോയിൻറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുക. അതിൻ്റെ പൂർണ്ണമായ ഒരു രേഖാചിത്രം നമുക്കിനി കാണാം. ഇതാണ് ഒരു കോമ്പസിലെ പൂർണ്ണമായ ഡിഗ്രി അളവുകളും അതിൻ്റെ കാർഡിനൽ പോയിൻറ്റ്സും മാർക്ക് ചെയ്തിരിക്കുന്ന ചിത്രം. ഇത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 0 ഡിഗ്രിയിൽ ആരംഭിക്കുന്നു മെയിൻ കാർഡിനൽ പോയിൻറ്റ്സ്. ആരംഭിച്ച് അടുത്ത ഡിഗ്രി അളവ് 22.5 ഡിഗ്രി അളവാണ്. അതിൻ്റെ തൊട്ടടുത്തത് 45 ഡിഗ്രി നോർത്ത് ഈസ്റ്റ്. അതിൻ്റെ തൊട്ടടുത്തത് 67 ഡിഗ്രി ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ ഓരോ കാർഡിനൽ പോയിൻറ്റ്സിനും ഇങ്ങനെ ഡിഗ്രി അളവുകൾ വരുന്നത് എങ്ങനെയാണ്, ഇതിന് ഓരോ പേരുകൾ വരുന്നത് എങ്ങനെയാണെന്ന് നാം തിരിച്ചറിയണം. അതായത് നോർത്തും സൗത്തും വെസ്റ്റും ഈസ്റ്റുമാണ് മെയിൻ കാർഡിനൽ പോയിൻറ്റ്സ്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാർഡിനൽ പോയിൻറ്റ്സ് ആണ് നോർത്തും സൗത്തും. ഈ ഡിഗ്രിയോട് ഏറ്റവും അടുത്തു വരുന്ന ഭാഗമായിരിക്കും നമുക്ക് അടുത്ത ഡിഗ്രി അളവിനെ കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ക്ലോക്ക് വൈസ് ആയിരിക്കും നമ്മൾ എപ്പോഴും ഡിഗ്രി അളവുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ഒരു ക്ലോക്ക് എങ്ങനെയാണോ ചലിക്കുന്നത് ആ രീതിയിൽ വേണം നമുക്ക് ഡിഗ്രി പറയാൻ. ബാക്കിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു കാരണവശാലും ഡിഗ്രി അളവുകൾ മനസ്സിലാക്കില്ല, പറയുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് എന്ന ഒരു ഇൻ്റർമീഡിയറ്ററി കാർഡിനൽ പോയിൻറ്റ്സ് ഇവിടെ വന്നത്. അതായത് നോർത്തിനും നോർത്ത് ഈസ്റ്റിനും ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് ഈ ഇൻ്റർമീഡിയറ്ററി കാർഡിനൽ പോയിൻറ്റ്സ് നോർത്ത് ഈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോർത്തിനും നോർത്ത് ഈസ്റ്റിനും ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി അളവാണ് നോർത്തിനും നോർത്ത് ഈസ്റ്റിനും ഇടയ്ക്ക് വന്നത്. അതുപോലെ തന്നെ നോർത്തിനും ഈസ്റ്റിനും മധ്യത്തിൽ വന്നതുകൊണ്ടാണ് ഈ 45 ഡിഗ്രി അളവ് നോർത്ത് ഈസ്റ്റ് എന്ന് വന്നത്. അതുപോലെ തന്നെ ഈസ്റ്റിനും നോർത്ത് ഈസ്റ്റിനും ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് ഈ 67 ഡിഗ്രി പോയിൻറ്റിൻ്റെ പേര് വന്നത്, ഇൻ്റർമീഡിയറ്ററി കാർഡിനൽ പോയിൻറ്റ്സ് വന്നത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് എന്ന് വന്നത്. അപ്പോൾ നമ്മൾ ഇത് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ ഡിഗ്രി അളവുകളും നമ്മൾ വരച്ച് മനസ്സിലാക്കി എഴുതി പഠിക്കണം.
നിരന്തരം നമ്മളത് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് അത് കൃത്യമായി നമ്മൾ കളിക്കാൻ, പല രീതിയിൽ കളിക്കാനും ഒക്കെ ഈ മാർഗ്ഗം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് പഠിക്കുന്നു. ഓരോന്നും വരച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പസ് വരച്ച് തയ്യാറാക്കി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ദിശ കണ്ടുപിടിക്കുവാനും ഡിഗ്രി അളവുകൾ കോമ്പസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുവാനും നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. 3 തരം കോമ്പസുകളാണ് നാം സ്ഥിരമായി ഉപയോഗിക്കുക. ഇതിനെ പറയുന്നു നീഡിൽ ടൈപ്പ് കോമ്പസ്. നീഡിൽ ടൈപ്പ് കോമ്പസ്. ഇതിൽ നീഡിലുണ്ട്. മറ്റൊന്ന് ഈ നീഡിലുണ്ടാകില്ല. ഡിസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിസ്കിൽ നോർത്തും സൗത്തും വെസ്റ്റും ഈസ്റ്റും എല്ലാം മാർക്ക് ചെയ്തിരിക്കും. ഡിഗ്രി അളവുകൾ മാർക്ക് ചെയ്തിരിക്കും. അതിനെ പറയും ഡിസ്ക് ടൈപ്പ് കോമ്പസ് എന്ന് പറയും. അടുത്ത 3ാമതൊരു കോമ്പസാണ് മിലിറ്ററി യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ, ദൂരം മനസ്സിലാക്കുന്നതിനും ഒപ്പം തന്നെ അതിലെ ഡിഗ്രി ബെയറിംഗ് കൃത്യമായി കണ്ടുപിടിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു കോമ്പസാണ് പ്രിസ്മാറ്റിക് കോമ്പസ്. അങ്ങനെ 3 തരം കോമ്പസുകളാണ് നമ്മൾ ഇന്ന് ഉപയോഗത്തിലുള്ളത്. ഒന്ന് ഡിസ്ക് ടൈപ്പ് കോമ്പസ്, 2 മാഗ്നറ്റിക് കോമ്പസ്. ഇതിനെ പറയും മാഗ്നറ്റിക് കോമ്പസ്. ഡിസ്ക് ടൈപ്പ് കോമ്പസ്, മാഗ്നറ്റിക് ടൈപ്പ് കോമ്പസ് അഥവാ നീഡിൽ ടൈപ്പ് കോമ്പസ്, നീഡിൽ കോമ്പസ്. അടുത്തത് പറയും പ്രിസ്മാറ്റിക് കോമ്പസ്. ഇങ്ങനെ 3 തരം കോമ്പസുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. നീഡിൽ ടൈപ്പിൽ മാഗ്നറ്റിക് കോമ്പസ്, ദെൻ ഡിസ്ക് ടൈപ്പ് കോമ്പസ്, 3ാമത്തത് പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കി നമുക്കിത് മുന്നോട്ട് പോകാം. നിങ്ങൾ എല്ലാവിധ നന്നായിട്ട് മനസ്സിലാക്കി പോവുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് സ്കൗട്ടിംഗ്.